തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും കൊടും കുറ്റവാളി രക്ഷപ്പെട്ടു. വ്യൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവരികയായിരുന്ന കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകനാണ് രക്ഷപ്പെട്ടത്. കോടതിയിൽ ഹാജരാക്കി തിരികെ ജയിലിലേക്ക് കൊണ്ടുവരുന്നതിനിടയിലാണ് പ്രതി രക്ഷപ്പെട്ടത്. ഒരു വർഷം മുമ്പും സമാനമായ രീതിയിൽ ബാലമുരുകൻ ജയിൽ ചാടിയിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി സാരംഗ് ചേരുന്നുണ്ട്. സാരംഗ്, ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും കൊടും കുറ്റവാളി രക്ഷപ്പെട്ടിരിക്കുന്ന വിവരമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മുൻപും ഒരു വർഷം മുമ്പും പ്രതി സമാനമായ രീതിയിൽ ജയിൽ ചാടിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അഷിത, ഇന്നലെ രാത്രി 10:30 ഇത്തരത്തിൽ വിയൂർ സെൻട്രൽ ജയിലിന് സമീപത്ത് നിന്ന് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന പ്രതി രക്ഷപ്പെട്ടു പോകുന്നത്. കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഇയാളെ തിരികെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവരുന്ന വേളയിലാണ് ഈ പ്രതി പോലീസ് വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടുന്നത്. ഇയാൾ മുൻപും, അതായത് കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ പോലീസിന്റെ പക്കൽ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. അതേസമയം തമിഴ്നാടും അതുപോലെ തന്നെ കേരളവും കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറെ വർഷങ്ങളായി മോഷണം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തു വരുന്ന പ്രതിയാണ് ഈ ബാലമുരുകൻ. എന്തിനേലും ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. തൃശ്ശൂർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് പോലീസ് സന്നാഹങ്ങൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തീവ്ര പരിശ്രമം നടക്കുകയാണ്. ഈ ബാലമുരുകൻ 53 കേസുകളിലെ പ്രതിയാണ്. ആ കേസുകളിൽ പ്രധാനമായും മോഷണ കേസുകളുണ്ട്. മറ്റ് ഉൾപ്പെടെയുള്ള, അതായത് അക്രമ കേസുകൾ, മോഷണ കേസുകൾ തുടങ്ങി ഉൾപ്പെടെയുള്ള 53 കേസുകളിൽ പ്രതിയാണ്. ഇയാളാണ് ഇന്നലെ രാത്രിയിൽ ഇത്തരത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളത്. അതായത് കോടതിയിൽ ഹാജരാക്കി കേരള പോലീസിന് കൈമാറുന്ന വേളയിലാണ് ഇയാൾ വിയൂർ സെൻട്രൽ ജയിലിന് സമീപത്ത് നിന്ന് തന്നെ ഓടി രക്ഷപ്പെട്ടിട്ടുള്ളത്. എന്തിനാലും പോലീസ് ഇയാൾക്കായിട്ടുള്ള പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട്. അഷിത, താരങ്ങിപ്പോൾ CCTV പോലുള്ള നിർണായക വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അഷിത് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായും പോലീസ് ഈ കാര്യത്തിൽ നിരീക്ഷിച്ചു വരുന്നത് ഈ പ്രദേശങ്ങളിലെ, അതായത് വിയൂർ ജയിലിന് പ്രദേശങ്ങളിലെ കടകളിലെയും അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഒരു അന്വേഷണം നടത്തുന്നത്. എന്തിനേലും ഈ നഗരം പോകാനുള്ള സാധ്യത കുറവാണ് എന്നുള്ള കാര്യമാണ് പോലീസിന്റെയും വിലയിരുത്തൽ. ഇയാൾ ഈ ജയിൽ രക്ഷപ്പെടുന്ന സമയത്ത് കറുത്ത ഷർട്ടായിരുന്നു അണിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ CCTV ദൃശ്യങ്ങൾ കൊണ്ടുള്ള ഒരു പരിശോധന കൂടിയാണ് പോലീസ് നടത്തുന്നത്. വിവിധ ഭാഗങ്ങളിൽ, അതായത് തൃശ്ശൂർ നഗരത്തിന്റെ തന്നെ ഉള്ളേരിയകളിലും ഒഴിഞ്ഞ ഏരിയകളിലും പ്രധാന നഗരങ്ങളിലും ഇപ്പോൾ പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ്, KSRTC സ്റ്റാൻഡ് തുടങ്ങി വിവിധ ഭാഗങ്ങളിൽ ഉൾപ്പെടെ പോലീസ് ഇയാൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തുകയാണ്. CCTV ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് ഇനി പരിശോധന നടക്കുന്നത്. പ്രധാനമായും തമിഴ്നാട്ടിൽ ഉൾപ്പെടെ ഇയാൾക്കെതിരെ ഗുരുതര കുറ്റകൃത്യങ്ങൾക്കെതിരെ കേസ് ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു സാഹചര്യത്തിലാണ്, അതായത് ഇയാൾ തമിഴ്നാട്ടിലും കേരളത്തിലും കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു മോഷണങ്ങൾ നടത്തിയിരുന്നത്. അത്തരത്തിലൊരു കുപ്രസിദ്ധ പ്രതി തന്നെയാണ്. അപ്പോൾ അത് ഇയാൾ ഓടി രക്ഷപ്പെട്ടു എന്നുള്ളത് വലിയ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. അഷിത, താരങ്ങൾക്ക് ഇപ്പോൾ മുൻപും സമാനമായ രീതിയിൽ പ്രതി ഇത്തരത്തിൽ രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം മെയ്യിലാണ് പ്രതി ഇത്തരം സമാനമായ രീതിയിൽ ഓടി രക്ഷപ്പെട്ടിട്ടുള്ളത് എന്ന് തന്നെയാണ് നിലവിൽ പ്രാഥമികമായ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്നും ഇത്തരത്തിൽ ഈ തമിഴ്നാട് പോലീസിന്റെ കയ്യിൽ നിന്നുമാണ് പ്രതി രക്ഷപ്പെട്ടത്. ഏതോ ഒരു മോഷണ കുറ്റത്തിന് അറസ്റ്റിലായ പ്രതി ഇത്തരത്തിൽ തമിഴ്നാട് പോലീസിന്റെ കയ്യിൽ നിന്നും ചാടി ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് നിലവിൽ പുറത്തുവരുന്നത്. ശരി, തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും കൊടും കുറ്റവാളി രക്ഷപ്പെട്ടു. വിയൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവരികയായിരുന്ന കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകനാണ് രക്ഷപ്പെട്ടത്. തമിഴ്നാട് കോടതിയിൽ ഹാജരാക്കി തിരികെ ജയിലിലേക്ക് കൊണ്ടുവരുന്നതിനിടയിലാണ് പ്രതി രക്ഷപ്പെട്ടത്. സാരംഗാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.